ഇന്ത്യ ഒരു വലിയ സൈനിക കരുത്താണ്. പാകിസ്ഥാന് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാനാവാത്ത വലിയ കരുത്ത്. അത് എങ്ങനെയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒരു സൈനിക ശേഷിയെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ? ഒരു സൈനിക ശേഷിയെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഈ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഇന്ത്യ ഒരു 4ാം സ്ഥാനം എല്ലാ കാലത്തും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യ ഒരു പൊസിഷനിൽ തന്നെ സ്റ്റേബിളാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ 12ാമത്തെ പൊസിഷനോ അങ്ങനത്തെ ഒരു വലിയ ലോ പൊസിഷനിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ മിലിറ്ററി സ്ട്രെങ്ത് ആണെങ്കിലും ആർട്ടിലറി സ്ട്രെങ്ത് ആണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ആർമിയിലെ ആക്റ്റീവ് പേഴ്സണൽ എന്ന് പറയുന്നത് ഒരു 14 ലക്ഷത്തോളം, 14.5 ലക്ഷം, 15 ലക്ഷത്തിന് ക്ലോസ് ആണ്. അത്രത്തോളം നമ്മുടെ ആർമി സ്ട്രോങ് ആണ്. 15 ലക്ഷത്തോളം മിലിറ്ററി പേഴ്സണൽസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് അത് 6 ലക്ഷത്തോളം മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ റിസർവ് മിലിറ്ററി പോലും പാകിസ്ഥാൻ്റെ ആക്റ്റീവ് മിലിറ്ററിയേക്കാൾ 2 ഇരട്ടിയുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 10 ലക്ഷത്തോളം നമ്മുടെ റിസർവ് മിലിറ്ററി ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ്റെ അത് 5 ലക്ഷത്തോളം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 77 ബില്യൺ ആണ്. പാകിസ്ഥാൻ്റെ വെറും 11 ബില്യൺ ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നോക്കുമ്പം പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻവെസ്റ്റ്മെന്റ്സ്, ഓൾദോ നമുക്ക് പാകിസ്ഥാൻ ഒരു മിലിറ്ററി രാജ്യമൊക്കെ തോന്നുമെങ്കിൽ പോലും അവരുടെ മിലിറ്ററി ഇൻവെസ്റ്റ്മെന്റ്സ് വളരെ കുറവാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മിലിറ്ററി തന്നെയാണ് ആ രാജ്യത്തെ കൊള്ളയടിക്കുന്നത്. അപ്പം അവരുടെ ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഈ അഗ്രഷൻ നടത്തുമ്പോഴും പാകിസ്ഥാൻ്റെ മിലിറ്ററി എത്ര സ്ട്രോങ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആർമി പാകിസ്ഥാൻ ഇപ്പം നിലവിലില്ല. അപ്പോൾ അതാണ് പാകിസ്ഥാൻ്റെ വേറൊരു പ്രശ്നം. പിന്നെ ഡിഫൻസ് ബഡ്ജറ്റിന് പുറമെ നമുക്ക് ഈ ബാറ്റിൽ ടാങ്ക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യയുടെ അർജുൻ T-90, T-72 എന്നൊക്കെ പറഞ്ഞ ബാറ്റിൽ ടാങ്ക്സ് നമുക്കൊരു 4500 അധികം ഉണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ അൽ ഖാലിദ്, അൽ സറാർ എന്നൊക്കെ പറയുന്ന ടാങ്ക്സ് ആണ്. അത് 2400 ആ റേഞ്ചിലാണ്. അപ്പം ബേസിക്കലി അവരുടെ ഓരോ ഏരിയ എടുത്ത് നോക്കിയാലും ഇന്ത്യയുടെ പകുതി അല്ലെ പകുതിയിൽ താഴെയാണ് പാകിസ്ഥാൻ്റെ ഓരോ ഈ പറഞ്ഞ ഡിഫൻസ് മേഖലയിലെ കാര്യങ്ങളും കിടക്കുന്നത്. അത് ആർട്ടിലറി ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഫൻട്രി കേപ്പബിലിറ്റീസ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മളെക്കാൾ എത്രയോ താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പിന്നെ ഈ ആർട്ടിലറി സിസ്റ്റംസ് അതിൽ നമ്മുടെ K9 വജ്ര പോലുള്ള സിസ്റ്റംസ് അതൊക്കെ നമുക്ക് 4500 കൂടുതലുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് അത് 1400 ആ റേഞ്ച്, 1500 ആ റേഞ്ചിലൊക്കെയാണ് കിടക്കുന്നത്. നമ്മുടെ സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി എന്ന് പറയുന്നത് 250 കൂടുതലുണ്ട്. പാകിസ്ഥാൻ അത് 100ൻ്റെ ഒരു റേഞ്ചിലാണ് പാകിസ്ഥാനുള്ളത്. നമ്മുടെ റോക്കറ്റ് പ്രൊജക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ പിനാക്ക, സ്മർക്ക് എന്നൊക്കെ പറഞ്ഞ 300-ലധികം ഉണ്ട്. പാകിസ്ഥാൻ അത് 100ഓളം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് നമ്മുടെ സുഖോയ് Su-30 MKI, റഫേൽ, തേജസ്, മിറാജ് ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 600 കൂടുതൽ നമുക്കുണ്ട്. ഈ ഒരു ടോട്ടൽ നമ്മുടെ ഫ്ലീറ്റ് മീൻസ് എയർക്രാഫ്റ്റ്സിൻ്റെ ഒരു സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് JF-17, F-16 പിന്നെ മിറാജ് 3 അതൊരു 350ഓളം. അവിടെ മാത്രമേ ഒരു പക്ഷേ നമുക്കൊരു കമ്പയറബിൾ ആയിട്ടുള്ളൊരു സാധനം അത്, എന്നാലും പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ. ബട്ട് സ്റ്റിൽ അവരുടെ കേപ്പബിലിറ്റീസ്, അവർ എയർഫോഴ്സിൻ്റെ കേപ്പബിലിറ്റീസ് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. പിന്നെ നമ്മുടെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ അപ്പാച്ചെ, രുദ്ര, LCH അത് ഒരു 100-നടുത്ത് നമുക്കുണ്ട്. പാകിസ്ഥാൻ്റെ കോബ്ര, AH-1 Mi-35 എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് ഒരു 50ഓളം അവർക്കുണ്ട്. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് കാറ്റഗറി എയർക്രാഫ്റ്റ്സ് ആണ്. അതിൽ C-17, C-130J, IL-76 ഇത് 250 കൂടുതൽ ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാൻ അതേസമയത്ത് അത് 50-ൽ താഴെയാണ്. ട്രാൻസ്പോർട്ട് കാറ്റഗറി എയർക്രാഫ്റ്റ്സ് യുദ്ധ സമയത്ത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് കാറ്റഗറി എയർക്രാഫ്റ്റ്സിൽ പാകിസ്ഥാന് ഈ പറഞ്ഞ ഈ മിലിറ്ററി ട്രാൻസ്പോർട്ട് കേപ്പബിലിറ്റി ഉള്ള എയർക്രാഫ്റ്റ്സ്, അപ്പോൾ അതിലൊക്കെ പാകിസ്ഥാൻ വളരെ പിന്നിലാണ്. ഓൾമോസ്റ്റ് വളരെ എന്താ പറയുക, നമ്മുടെ ഒരു പകുതി പോലും ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ്റെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്സിൻ്റെ ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ. പിന്നെ നേവൽ ഫ്ലീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടേത് എന്താ പറയുക ഷിപ്സും സബ്മറീൻസും കൂടെ ചേർത്ത് ഒരു 300-നടുത്തുണ്ട്. പാകിസ്ഥാൻ അത് ഒരു 100ഓളം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, ഈ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ INS വിക്രാന്ത്, വിക്രമാദിത്യ ഇതൊക്കെ ഇന്ത്യൻ്റെ വലിയ സ്ട്രെങ്ത്സ് ആണ്. പാകിസ്ഥാൻ അങ്ങനെ കാണിക്കാൻ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ സബ്മറീൻസ് നമുക്ക് ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഉള്ള സബ്മറീൻ, കൺവെൻഷണൽ അല്ലാത്ത ന്യൂക്ലിയർ സബ്മറീൻസ് നമുക്ക് 2 പാകിസ്ഥാൻ അങ്ങനെയൊന്നും ഇതുവരെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. ന്യൂക്ലിയർ കേപ്പബിലിറ്റിയുള്ള സബ്മറീൻസിനെ കുറിച്ച് നമുക്ക് പാകിസ്ഥാനിൽ ഉണ്ടോയെന്ന് അറിയില്ല. അവർക്ക് അങ്ങനത്തെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൺവെൻഷണൽ ആയിട്ടുള്ള സബ്മറീൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ സിന്ധു ഘോഷ്, കാൽവരി, ശിശുമാർ എന്നൊക്കെ പറയുന്ന 14ഓളം ഉണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് അഗോസ്റ്റ, ഹാങ്ങോർ എന്ന് പറയുന്ന 8 ഉണ്ട്. അത് കൺവെൻഷണൽ സബ്മറീൻസ് ആണ്, ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഉള്ളതല്ല. ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഉള്ളത് നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ.
പിന്നെ വരുന്നത് നമ്മുടെ ഡെസ്ട്രോയേഴ്സ് ആണ്. അത് ഇന്ത്യക്ക് 10 ഉണ്ട്, പാകിസ്ഥാന് 2 ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു മിലിറ്ററീൻ്റെ എൻറ്റയർ ഒരു പാകിസ്ഥാൻ്റെ ഈ പറഞ്ഞ പോലെ ആംസ് ആൻഡ് അമ്യൂണീഷൻസിൻ്റെ സ്ട്രെങ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ സെക്ടറിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിപ്പം നേവൽ ആണെങ്കിലും എയർഫോഴ്സിൻ്റെ സ്ട്രെങ്ത് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ മിലിറ്ററി ആർമിയുടെ മിലിറ്ററിയുടെ സ്ട്രെങ്ത് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയേക്കാൾ എത്രയോ താരതമ്യേന വളരെ കുറവാണ്. ഇപ്പോൾ ഇൻഫൻട്രി, ആർട്ടിലറി, അതിൻ്റെ കുറേ സബ് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും അവിടെയൊക്കെ പാകിസ്ഥാൻ വളരെ പിന്നിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു നമുക്ക് എന്താ പറയുക, അതൊരു ഒരു അനാലിസിസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ ഡിഫൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഡിഫൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാകിസ്ഥാൻ്റെ കയ്യിലിപ്പം പൈസ ഇല്ല, അത്രവസ്ഥയാണ്. ബേസിക്കലി ഈ പറഞ്ഞ പോലെ മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു രാജ്യത്തിന് ഒരു യുദ്ധം വരുമ്പം പോലും ഡ്രോൺസ് തുർക്കിയുടെ സപ്ലൈ ആണ് അവർക്ക് വേണ്ടി വരുന്നത്. കാരണം അവരുടെ കയ്യിൽ അവിടെ റെഡി ആയിട്ട് ഒരു വാർ റെഡിനെസ് എത്രത്തോളം പാകിസ്ഥാനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവിടെയാണ്. കാരണം യുദ്ധം വരുമ്പം പോലും മറ്റൊരു രാജ്യത്തിന്റെ സഹായത്തോടു കൂടി പാകിസ്ഥാന് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ വാർ പ്രിപ്പയർഡ്നെസ് ഇല്ലാത്ത, വാർ റെഡിനെസ് ഒട്ടും ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ആർമി ഉണ്ട്, ആർമി ആ രാജ്യത്തെ കൊള്ളയടിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആർമിക്ക് ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല പാകിസ്ഥാൻ ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ എന്താ പറയുക ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അത് നമ്മുടെ അഗ്നി, പൃഥ്വി, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ. അഗ്നി സീരീസിൽ തന്നെ നമുക്കൊരു എന്താ പറയുക 5, 6 അഗ്നി പി, അങ്ങനെ നമുക്ക് വലിയ, അത് ആക്ച്വലി പാകിസ്ഥാന്റെ അത് ലോങ് റേഞ്ച് മിസൈൽസ് ആണ്. ബേസിക്കലി നമുക്ക് 5000 കിലോമീറ്ററോളം വരെ റേഞ്ചുള്ള മിസൈൽസ് ആണ്. പാകിസ്ഥാന്റെ അതേ സമയത്ത് ഷാഹീൻ സീരീസിന്റെ മിസൈൽസ് ആണുള്ളത്, ഗോറി, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 2750 കിലോമീറ്റർ മാത്രമേ. അതെ. സോ പാകിസ്ഥാനെ സംബന്ധിച്ച് ലോങ് റേഞ്ച് മിസൈൽസ് അല്ല, ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ഡിഫൻസ് കേപ്പബിലിറ്റീസ് മറ്റ് ഏരിയാസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഇല്ല. അപ്പോൾ ഒരു യുദ്ധത്തിന് അവർ എന്ത് കണ്ടിട്ട് ഇറങ്ങിയെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യം, നമുക്ക് ഒരുപക്ഷെ തോന്നും സാമ്പത്തിക തകർച്ചയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഈ പറഞ്ഞ മിലിറ്ററി ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളത്. മറ്റേ ചില രാജ്യങ്ങളൊക്കെ നോർത്ത് കൊറിയ കണ്ടിട്ടില്ല, അവർ ചിലപ്പം മിലിറ്ററി കാണിച്ചിട്ടാണ് അവർ ആൾക്കാരെ പേടിപ്പിക്കുന്നത്. അങ്ങനെ പോലും പാകിസ്ഥാൻ ഇല്ല, ആ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സർഫേസ് ടു എയർ മിസൈൽസ് ഉണ്ട്, ആകാശ്, ബറാഖ് 8, MR SAM എന്നൊക്കെ പറയുന്ന മിസൈൽസ് നമ്മുടെ ഉണ്ട്. പാകിസ്ഥാൻ്റെ അത് LY-80 എന്താ പറയുക HQ-9 അൻസ എന്നൊക്കെ പറഞ്ഞ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലുള്ള സാധനങ്ങൾ. പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ സ്പേസ് കോമ്പാറ്റ് നടത്താൻ പറ്റിയ സാധനങ്ങൾ സാറ്റലൈറ്റ് ലെവലുള്ളത് വെറും 4 ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു 50-ലധികം ഉണ്ട് മിലിറ്ററി സാറ്റലൈറ്റ്സ്, ജിയോ സാറ്റലൈറ്റ്സ് നമുക്ക് ഒരു 50-ൽ കൂടുതൽ നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സൈബർ വാർഫെയർ രംഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, സൈബർ വാർഫെയർ രംഗത്താണെങ്കിൽ പോലും പാകിസ്ഥാൻ വളരെ പിന്നിലാണ്. ഇന്ത്യയുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് പാകിസ്ഥാനുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സൈബർ വാർഫെയർ രംഗത്ത് പോലും നമ്മൾ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ പാകിസ്ഥാൻ അങ്ങനത്തെ ഒരു സംവിധാനം തന്നെ ഇല്ല. അവർക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക മിലിറ്ററി ടെക്നോളജി വിങ്ങോ അല്ലെങ്കിൽ മിലിറ്ററിയുടെ IT വിങ് ഭയങ്കര സ്ട്രോങ് ആയി പ്രവർത്തിക്കുകയോ ഒന്നും അങ്ങനത്തെ ഒരു ആ ഒരു ലെവലിലേക്ക് അധികം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇന്ത്യക്കാണെങ്കിൽ ഇപ്പം AI പോലും നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആർമിയിലെ പല വിഭാഗങ്ങളിലും. അപ്പം ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു മിലിറ്ററിയാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ഇക്കണോമി, അതേപോലത്തെ ഒരു മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ വെച്ചിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ യുദ്ധസമയത്ത് പാകിസ്ഥാൻ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് സീസ് ഫയറിലേക്ക് പാകിസ്ഥാൻ തന്നെ വന്നത് എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായിരിക്കും നമ്മൾ ഈ ഒരു കമ്പാരിസൺ നടത്തിയത്. കാരണം പാകിസ്ഥാന്റെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.